പുരുഷന്മാർ മാത്രം പ്രധാന പ്രവർത്തകരായുള്ള ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് ഞാൻ. വർഷങ്ങൾക്ക് മുൻപ് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പ്രവർത്തകരായി ഒന്നോ രണ്ടോ സഹോദരിമാർ കോട്ടയത്തെത്തിയപ്പോൾ മനുഷ്യസഹജമായ പുരുഷ സഹജമായ അല്പം അഹങ്കാരം ഉള്ളിലുള്ളതുകൊണ്ട് അവരെ ഒരല്പം സഹതാപത്തോടുകൂടി ആണ് ഞങ്ങളെപ്പോലെയുള്ളവർ ആദ്യം നോക്കിക്കണ്ടത്. പുരുഷന്മാരായിട്ടുള്ള ഞങ്ങളൊക്കെ വളരെയധികം സമയം കൊടുത്ത് കഠിനമായ പരിശ്രമത്തോടെ സംഘടനാ പ്രവർത്തനത്തിനു വേണ്ടി കോട്ടയത്തും പരിസരത്തുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് സഹോദരിമാർക്ക് എന്ത് ചെയ്യാനാവും എന്ന് സ്വാഭാവികമായും മനസ്സ് കുറച്ചൊക്കെ അപക്വമായതുകൊണ്ട് സംശയിച്ചു പോയി. ഇന്ന് ഈ വിശ്വശാന്തി ഉത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സ്വന്തമായ ഒരാസ്ഥാനം നിർമ്മിച്ച് സമൂഹത്തിലെ കൂടുതൽ അംഗങ്ങളുടെ മനസ്സിലേക്ക് സമൂഹ മനസ്സിനെ തന്നെ ശാന്തമാക്കുവാൻ പോന്ന വിധം യഥാർത്ഥമായ ജ്ഞാനത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇതുപോലത്തെ ഒരു മൈതാനത്ത് അച്ചടക്കത്തോടുകൂടി കോട്ടയത്തെ പൗരപ്രമുഖരടക്കമുള്ളവരെ ഇരുത്തിക്കൊണ്ടുള്ള ഈ സമ്മേളനമൊക്കെ കാണുമ്പോൾ എത്ര അപക്വമായിട്ടാണ് ഞാനന്ന് ചിന്തിച്ചു പോയത് എന്ന ക്ഷമാപണത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിന് ശാന്തി അരുളുവാനായിട്ട് ക്രമാനുഗതമായ നിശബ്ദമായ കഠിന പരിശ്രമത്തിൽ, പുറമേക്ക് കാണാത്ത കഠിന പരിശ്രമത്തിലൂടെയുള്ള സഹോദരിമാരുടെ ഈ പ്രവർത്തനത്തിന് ഭാവിയിലും തീർച്ചയായും സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ആശംസാ പ്രസംഗം നടത്തുന്നത്. മറ്റു പലരും എനിക്ക് മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുടെ മഹത്വത്തെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ, ഔപചാരികമോ അനൗപചാരികമോ ആയ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ നിന്നും, വിശിഷ്യ പുരുഷ സമൂഹത്തിൽ നിന്നും സ്ത്രീയെ ആദരവോടുകൂടി കാണുവാനുള്ള മനോഭാവം നഷ്ടമായിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ സംസ്കാരം എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതിന്റെ പ്രചരണമാണ് സമൂഹത്തിൽ ആവശ്യം. സമൂഹത്തിനും അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കുടുംബത്തിന്റെയും ഭദ്രതയ്ക്ക് പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള സ്ത്രീ പുരുഷ സഹവർത്തിത്വമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം എന്ന ലഘു സന്ദേശം മാത്രം നൽകിക്കൊണ്ട് എനിക്ക് അനുവദിച്ചു തന്നിരുന്ന ഈ 3 മിനിറ്റിനുള്ളിൽ ഈ ആശംസാ പ്രസംഗം പൂർത്തിയാക്കിക്കൊള്ളട്ടെ. സ്വാഗത പ്രസംഗത്തില് എന്നെക്കുറിച്ചും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.